വിദേശ ജോലി വാഗ്ദാനം ചെയ്ത് പലരിൽ നിന്ന് 4 കോടി തട്ടിയെന്ന പരാതി. കരിങ്കുന്നം പാലാ സ്വദേശികളായവരുടെ നേതൃത്വത്തിൽ 135 പേരിൽ നിന്ന് പണം തട്ടിയെടുത്തു എന്നാണ് ആരോപണം. ഉദ്യോഗാർത്ഥികളെ കബളിപ്പിച്ച് പതിവായി പണം തട്ടുന്ന സംഘമാണ് ഇവിടെയും പ്രവർത്തിച്ചതെന്ന് ആക്ഷൻ കൗൺസിൽ നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വിദേശ ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിപ്പ് നടത്തുന്ന സംഘത്തെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. കരിങ്കുന്നം പാലാ സ്വദേശികളായവരുടെ നേതൃത്വത്തിൽ വ്യാപകമായ തട്ടിപ്പാണ് നടന്നിട്ടുള്ളത്. 135 പേരിൽ നിന്നായി 4 കോടിയോളം രൂപ ഇവർ തട്ടിയെടുത്തിട്ടുണ്ട്. പോലീസ് സ്റ്റേഷനിൽ അന്വേഷിക്കുമ്പോൾ സ്ഥിരം തട്ടിപ്പ് സംഘം എന്നാണ് കിട്ടുന്ന വിവരം. ആകർഷണീയമായി പെരുമാറുന്നവർ 50,000-ന്റെ പല ഗഡുക്കളായി 5 ലക്ഷം രൂപ വരെ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് കൈപ്പറ്റിയതായി ഭാരവാഹികൾ പറഞ്ഞു. ഓരോ നടപടിക്രമങ്ങളും അനായാസേന പൂർത്തിയാക്കുന്നുവെന്ന് വരുത്തി വിദേശ രാജ്യങ്ങളിലേക്കുള്ള വിസ വരെ തരപ്പെടുത്തും. പിന്നീട് ഫോൺ സ്വിച്ച് ഓഫ് ആക്കി മുങ്ങുന്നതാണ് ഇവരുടെ രീതി. ഉദ്യോഗാർത്ഥികളാർക്കും വിദേശത്ത് പോകാൻ കഴിയാറുമില്ല. സമാനമായ രീതിയിൽ പലയിടങ്ങളിൽ ഓഫീസുകൾ സ്ഥാപിച്ച് തട്ടിപ്പ് നടത്തുന്ന ഇവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കാൻ പോലീസും തയ്യാറാകുന്നില്ല എന്നാണ് ഭാരവാഹികളുടെ പരാതി. സംഘത്തലവൻ തട്ടിപ്പുകൾ പല പ്രാവശ്യം നടത്തി പലപ്പോഴായി ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ടെന്നാണ് വിവരമെന്നും ഭാരവാഹികൾ പറഞ്ഞു. കഴിഞ്ഞ ഒരു 2 വർഷക്കാലത്തോളമായി, അത് മുമ്പുണ്ട്, എന്നാലും നമ്മുടെ പ്രദേശത്ത് 2 വർഷത്തോളമായി നടന്നു വരുന്ന ഒരു തട്ടിപ്പ് സംബന്ധിച്ചിട്ടുള്ള ഒരു കാര്യം പൊതുസമൂഹത്തെ അറിയിക്കുവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പത്രസമ്മേളനം നടത്തുന്നത്. വിദേശത്ത് ജോലി വാഗ്ദാനം ചെയ്ത് അവിടേക്ക് പോകുവാൻ വേണ്ടി ഇത്ര ലക്ഷം രൂപ, 18 ലക്ഷം രൂപ അല്ലെങ്കിൽ 15 ലക്ഷം രൂപ അങ്ങനെ തുക പറഞ്ഞിട്ട് ആ തുക പറയുകയും അതിൻ്റെ ആദ്യപടിയായി അഡ്വാൻസുകളായി പലതവണയായി പല നിരക്കിലുള്ള തുക, വൻ തുക വാങ്ങുകയും ചെയ്തിട്ട് വളരെ കുറ്റകരമായിട്ടുള്ള തരത്തിൽ അന്യരാജ്യങ്ങളുടെ അനുമതിയില്ലാതെ അല്ലെങ്കിൽ അന്യരാജ്യത്ത് പ്രവർത്തിക്കുന്ന കമ്പനികളുടെ അനുമതിയില്ലാതെ അവരുടെ കമ്പനികളുടെയും ആ രാജ്യത്തിൻ്റെയും ആണ് എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വിസ അടക്കമുള്ള രേഖകൾ ഈ തട്ടിപ്പിനിരയായിട്ടുള്ള ആളുകൾക്ക് നൽകുന്ന ഒരു സംഘം, ഗൂഢസംഘം നമ്മുടെ ഈ തൊടുപുഴയിലും കരിങ്കുന്നത്തും പാലായിലും ഒക്കെയായി പ്രവർത്തിച്ചു വരുന്ന ഒരു കാര്യം വെളിപ്പെടുത്തുവാൻ വേണ്ടിയും അതിന് ഇരകളായിട്ടുള്ളവർ കഴിഞ്ഞ ദിവസം തൊടുപുഴയിൽ കൂടുകയും ഒരു ആക്ഷൻ കൗൺസിലിൽ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാക്കുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഇന്ന് ഞങ്ങൾ ഇതിൻ്റെ ഒരു പത്രസമ്മേളനം നടത്തണമെന്നുള്ള തീരുമാനത്തിൽ എത്തിയിട്ടുള്ളത്. ഇവിടെ ഇരിക്കുന്ന ആളുകളിൽ, ഈ ഡയസിലിരിക്കുന്ന മുഴുവൻ ആളുകളും ഇതിൻ്റെ നേരിട്ട് തട്ടിപ്പിനിരയായിട്ടുള്ളവരാണ്. ഞങ്ങളെ കൂടാതെ ഞങ്ങളുടെ അറിവിൽപ്പെട്ട 130ഓളം ആളുകൾ, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ആളുകൾ ഈ 2 വ്യക്തികളുടെ, പ്രധാനമായിട്ടും ഒന്ന് നമ്മുടെ അടുത്ത് കരിങ്കുന്നം എന്ന് പറയുന്ന സ്ഥലത്ത് മനുമോൻ ജോസ് എന്ന് പറയുന്ന നടുവിലെ പറമ്പിൽ കരിങ്കുന്നം എന്ന അഡ്രസ്സിലുള്ള ഒരാളും, രാജേഷ് ഐബി കരിങ്ങാട്ട് പൈപ്പാർ പാല എന്ന് പറയുന്ന അഡ്രസ്സിലുള്ള ആളും ആണ് ഇതിന് നേതൃത്വം കൊടുക്കുന്നത്. അവരെ സഹായിക്കുന്ന 2-3 ആളുകളും ഇവിടെയും പിന്നെ കേരളത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിൽ വളരെയധികവും ഉണ്ട് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുകയുണ്ടായി. ഇവരുടെ അറസ്റ്റ് ആവശ്യപ്പെട്ട് സമരപരിപാടികൾ ആരംഭിക്കുന്നതിന് 21-ന് തൊടുപുഴയിൽ യോഗം ചേരുമെന്ന് ആക്ഷൻ കൗൺസിൽ നേതാക്കളായ PP അനിൽകുമാർ, ഡേവിസ് രാമപുരം, ഹാരിസ് KH എന്നിവർ പറഞ്ഞു.